സമുദായങ്ങളെ പ്രീണിപ്പിക്കുക എന്നുള്ളത് തിയറിറ്റിക്കലി എൽ ഡി എഫിൻ്റെ ഒരു പണിയല്ല. പക്ഷേ ഒപ്പം നിന്നൊരു സമുദായം എന്തുകൊണ്ടും അവരിപ്പോൾ വോട്ട് ചെയ്യേണ്ടതില്ല എന്ന് തീരുമാനിച്ചെങ്കിൽ അത് മനസ്സിലാക്കാനും, അതേസമയം ഏതെങ്കിലും സർക്കാർ നടപടിയുടെ ഭാഗമായിട്ടാണോ അതല്ലെങ്കിൽ ഒഴിവാക്കാവുന്ന എന്തെങ്കിലും കാര്യങ്ങളാണോ എന്നുള്ളത് അവരന്വേഷിക്കുകയും ആ പ്രശ്നം അഡ്രസ്സ് ചെയ്യുകയും ചെയ്യേണ്ടി വരും. ഈ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു എൽ ഡി എഫിന് ഒരു തിരിച്ചടി നേരിട്ട ജില്ല കോഴിക്കോട് ജില്ലയാണെന്ന്. കോഴിക്കോടിൻ്റെ ഒരു സ്ഥിതി എങ്ങനെയാണ് അതിൻ്റെ ഡാറ്റ അനുസരിച്ചിട്ട്? കോഴിക്കോട് സർ 13 മണ്ഡലങ്ങളാണുള്ളത്. അതിൽ നിലവിൽ 11 എൽ ഡി എഫും 2 യു ഡി എഫും ആണ്. അതിനി വരുമ്പോൾ 3 എൽ ഡി എഫും 10 യു ഡി എഫും എന്നുള്ള നിലയിലേക്കാണ് കാണിക്കുന്നത്. അതൊരു വലിയ ഒരു സിഗ്നിഫിക്കൻ്റ്, അതായത് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗതയെ തന്നെ നിർണ്ണയിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഷിഫ്റ്റാണ് ഒരുപക്ഷെ കോഴിക്കോട് ഈ പാറ്റേൺ ആവർത്തിക്കുകയാണെന്നുള്ളത് ഉണ്ടായത്. പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൻ്റെ ചില കണ്ണൂർ ജില്ലയെക്കുറിച്ച് പറയുന്ന പോലെ തന്നെ കുറച്ച് പ്രധാന മേഖലകളുണ്ടായിരുന്നു. ബാലുശ്ശേരി, പേരാമ്പ്ര, ഇങ്ങനെയെല്ലാം പറയുന്ന സ്ഥലങ്ങൾ, അവിടെ മുഴുവനായിട്ട് എൽ ഡി എഫിന് വലിയ തിരിച്ചടി വന്നിട്ടുണ്ട്. ഇതിനെ എങ്ങനെയാണ് നമ്മളിപ്പോൾ കേൾക്കുന്ന ചില തിയറികളുണ്ട്. അതായത് മുസ്ലിം വോട്ടിൻ്റെ കൺസോളിഡേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില തിയറികൾ നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട്. ഞാനിതിനെ കുറച്ചുകൂടെ കോൺക്രീറ്റ് ആയിട്ട് പറഞ്ഞാൽ, സാധാരണഗതിയിൽ എൽ ഡി എഫിൻ്റെ ഒപ്പം നിൽക്കുന്ന കൂട്ടരാണ് എ പി വിഭാഗം സുന്നി സംഘടനകൾ. എനിക്ക് തോന്നുന്നു ഈ ഇലക്ഷനിൽ അവർ പരിപൂർണമായിട്ടും യു ഡി എഫിൻ്റെ ഒപ്പമായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഒന്നുകിൽ എ പി സുന്നികൾ പറയണം, അതല്ലെങ്കിൽ എൽ ഡി എഫ് പറയണം. നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പം നമുക്ക് മനസ്സിലാകുന്നത്, നമ്മളവിടെയുള്ള മനുഷ്യരോട് സംസാരിക്കുമ്പോൾ ഒക്കെ മനസ്സിലാകുന്നത് എ പി സുന്നികൾ ഇപ്രാവശ്യം എന്തായാലും യു ഡി എഫിന് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. അതിന് അവർക്ക് അവരുടേതായ രാഷ്ട്രീയ കാരണങ്ങളുണ്ടാവും. കാരണം ഞാൻ കണ്ടിടത്തോളം കേരളത്തിലെ മുസ്ലിങ്ങൾ വളരെ പൊളിറ്റിക്കൽ സാവിയായിട്ടുള്ളൊരു ഗ്രൂപ്പാണ്. അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ടാവും. ഇടതുപക്ഷം ഏതെങ്കിലും കാരണവശാൽ അടുത്ത പ്രാവശ്യം അസംബ്ലി തിരഞ്ഞെടുപ്പിലേക്ക് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ അവർ ഈ മുസ്ലിം ജനവിഭാഗങ്ങൾ എന്തുകൊണ്ട് വോട്ട് ചെയ്തില്ല എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുക. കാരണം ഈ സമുദായങ്ങളെ പ്രീണിപ്പിക്കുക എന്നുള്ളത് തിയറിറ്റിക്കലി എൽ ഡി എഫിൻ്റെ ഒരു പണിയല്ല. പക്ഷേ ഒപ്പം നിന്നൊരു സമുദായം എന്തുകൊണ്ടും അവരിപ്പോൾ വോട്ട് ചെയ്യേണ്ടതില്ല എന്ന് തീരുമാനിച്ചെങ്കിൽ അത് മനസ്സിലാക്കാനും, അതിൻ്റെ അകത്ത് അവരുടെ ഭാഗത്ത് നിന്ന് പോളിസിപരമായിട്ട് എൽ ഡി എഫിന് പോകാൻ പറ്റുന്ന ലിമിറ്റേഷൻസ് ഉണ്ടാവും. അതേസമയം ഏതെങ്കിലും സർക്കാർ നടപടിയുടെ ഭാഗമായിട്ടാണോ അതല്ലെങ്കിൽ ഒഴിവാക്കാവുന്ന എന്തെങ്കിലും കാര്യങ്ങളാണോ എന്നുള്ളത് അവരന്വേഷിക്കുകയും ആ പ്രശ്നം അഡ്രസ്സ് ചെയ്യുകയും ചെയ്യേണ്ടി വരും. അതില്ലെങ്കിൽ ഇതിൻ്റെ തന്നെ ഒരു തനി ആവർത്തനം അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് വന്നുകൂടായികയില്ല. ഇതിൻ്റെ അകത്ത് ഇവർ തമ്മിൽ ഫ്രിക്ഷനുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ സ്കൂളിൻ്റെ സമയമാറ്റവുമായി ബന്ധപ്പെട്ട യൂണിഫോം, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതിൽ ഒരു യാഥാസ്ഥിതിക മുസ്ലിം വിഭാഗമാണ്, അതേസമയം 100% സെക്കുലറായിട്ടുള്ള ഒരു ഗ്രൂപ്പിംഗാണ്. അപ്പം അവരുടെ സ്വാധീനം നമ്മുടെ മുസ്ലിം മേഖലകളിലൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ അവരോട് എങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ നടപടികളുടെ കാര്യത്തിൽ ഞാൻ പറയുന്നത്, ഇത് അവിടുത്തെ മുസ്ലിം ജനസാമാന്യത്തിന് ബോധ്യമാകത്തക്ക വിധത്തിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ആ വിഷയം അഡ്രസ്സ് ചെയ്യുക. അതിൽ എത്രത്തോളം പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഈ വിഷയത്തിൻ്റെ ഭാഗത്ത്. പക്ഷേ ആ വിഷയം അഡ്രസ്സ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഇടതു മുന്നണിക്കുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ 13 സീറ്റുകൾ മാത്രം നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇഫക്റ്റ് ഏകദേശം തൃശ്ശൂർ വരെ വരും, ഇതിൻ്റെ ഈ മുസ്ലിം വോട്ടിൻ്റെ. അപ്പോൾ അത് എന്തുകൊണ്ട്? കാരണം മുസ്ലിം വോട്ട് കിട്ടാതെ ഇതിനു മുമ്പേ എൽ ഡി എഫിന് ജയിക്കാൻ പറ്റത്തില്ല. മുസ്ലിം വോട്ടുകൾ വലിയ തോതിൽ എൽ ഡി എഫിന് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം അത് കിട്ടിയില്ല എങ്കിൽ അത് എന്തുകൊണ്ട് കിട്ടിയില്ല? അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആകാശം ഇടിഞ്ഞു വീഴുന്ന കേസുകളൊന്നും കേരളത്തിൽ ഉണ്ടായിട്ടില്ല, ആഗോള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടില്ല, ഇടതുപക്ഷത്തിൻ്റെ നിലപാടുകളിൽ വലിയ വ്യത്യാസം വന്നിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ട് ഈ മുസ്ലിം വോട്ടിൽ അതിപ്പം യു ഡി എഫ് എന്തെങ്കിലും പ്രത്യേകമായിട്ട് ചെയ്തതായിട്ടുണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എൽ ഡി എഫിന് വോട്ട് ചെയ്യേണ്ടതില്ല എന്ന് ഞാനിത് പറയുമ്പം ഇത് കാസർഗോഡെ മാത്രമല്ല, കോഴിക്കോടെ മാത്രമല്ല, കോഴിക്കോടെയും മലപ്പുറത്തെയും പാലക്കാടെയും തൃശ്ശൂരെയും വയനാട്ടിലെയും ഒക്കെ വോട്ടിൻ്റെ പാറ്റേണിൽ നമ്മൾ കാണുന്നുണ്ട്.